എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായിട്ട് മക്കളെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും +1 കുട്ടികളുടെ തന്നെ ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ തന്നെ 7ാമത്തെ ചാപ്റ്ററായ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു നിലവാരത്തിൽ നമ്മൾ പഠിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എക്സ്പാൻഷനാണ് a+b² a+b² എക്സ്പാൻഷൻ എന്താണ്? a+b² a² + 2ab + b². ഓക്കെ, ഇത് തന്നെ a−b² ആണെങ്കിൽ a² - 2ab + b² എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ വേറെ a+b³ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. a+b³ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് a+b² a−b² a+b³ നമുക്ക് അറിയാമെങ്കിൽ എന്നും പറഞ്ഞാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പം a³ + 3a²b + 3ab² + b³ ഇതാണ് ഏതിൻ്റെത്? a+b³ എക്സ്പാൻഷൻ. a−b³ ആണെങ്കിൽ a³ ഒന്നിടെ വിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? മൈനസ് കൊടുത്താൽ മതി. -3a²b + 3ab² - b³. അപ്പം ഈ ഒരു റിസൾട്ടുകൾ നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളാണ്. ഈ പറയപ്പെടുന്ന റിസൾട്ടുകൾ നമുക്ക് അറിയാമെങ്കിൽ ഈ പറയപ്പെടുന്ന റിസൾട്ട് അറിയാം. അപ്പം a+b⁴ 4 ചോദിച്ചാൽ കുറച്ച് പേർക്ക് അറിയാവുന്നവർ കുറവായിരിക്കും. അത് a+b⁵ ആണെങ്കിൽ അതറിയാവുന്നവർ കുറവായിരിക്കും. അത് മാറി പവർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതനുസരിച്ച് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ a+b⁻10 എക്സ്പാൻഷൻ എഴുതാൻ പറഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റണമെന്നില്ല, അല്ലെ അതിനെക്കാട്ടി വലിയ പവർ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ല മക്കളെ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ a+b³ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള വലിയ വലിയ എക്സ്പാൻഷനുകളിലേക്ക് വരുമ്പം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിയ എക്സ്പാൻഷനുകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു മെയിൻ റിസൾട്ടാണ് a+b⁴n. a+b⁴n വന്നാൽ എന്താണ്? a+b⁴n ആണെങ്കിൽ nc0 a⁻n പ്ലസ് nc1 a⁻n−1 b ഇവിടെ b⁻0 ആണ്, ഇവിടെ b⁻0 ഉണ്ട്, പിന്നെയാണ് b വരുന്നത്, അല്ലെങ്കിൽ b⁻1 പ്ലസ് nc2 a⁻n−2 b². അടുത്തത് പ്ലസ് nc3 a⁻n−3 b³ പ്ലസ് എക്സെട്ര പ്ലസ് ncn a⁻1 വന്നപ്പം n−1, 2 വന്നപ്പോൾ n−2, 3 വന്നപ്പോൾ n−3, എന്നാൽ n വന്നാൽ n−n b⁻2. ഇവിടെ 1 വന്നപ്പോൾ 1, 2 വന്നപ്പോൾ b², 3 വന്നപ്പോൾ b³, അപ്പോൾ n വരുമ്പം b⁻n. ഇതിൻ്റെ ഉത്തരം ഇതിൻ്റെ മാത്രമായിട്ട് വന്നാൽ n−n a⁻0 എന്ന് വരും. a⁻0 1 ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് ടേം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ എഴുതിയാൽ ncn a⁻0യുടെ വാല്യൂ ആയിട്ട് എന്ത് കൊടുക്കാം? 1 വരും. അപ്പം b⁻n മാത്രമേ വരത്തുള്ളൂ. ncn b⁻n. ഇതിൻ്റെ തന്നെ മൈനസ് ഉള്ളത് നമുക്ക് പഠിക്കണം. a−b⁴n ഇതുപോലെ തന്നെയാണ് nc0 a⁻n. ആദ്യം പോസിറ്റീവാണ്, പിന്നെ നെഗറ്റീവ്, മൈനസ് nc1 a⁻n−1 b. നമ്മളങ്ങനെ എഴുതിപ്പോയി, എക്സെട്ര ഇട്ട് പോയി വരും. ഇതുപോലെ തന്നെയാണ് എഴുതുന്നത്. പോയി വരുമ്പോഴത്തേക്കും ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ടൈം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് അവിടെ ഒരു പ്ലസ് ആണ്. പക്ഷെ പ്ലസ് എന്ന് കൊടുത്താൽ അതുകൊണ്ട് മാത്രം നമ്മൾ നിർത്തുന്നില്ല. ncn b⁻n ആണ് ലാസ്റ്റ് ടൈം എന്ന് നമുക്കറിയാം. നമ്മളിവിടെ ഒരു എക്സ്ട്രാ ടൈം വരുന്നുണ്ട്, -1n എന്നുള്ളൊരു ടൈം കൊടുക്കും. -1n അതെന്ന് വെച്ചാൽ എക്സ്പാൻഷൻ്റെ പവറായിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പവർ ഈവൻ നമ്പർ ആണെങ്കിൽ 2 വന്നപ്പോൾ ലാസ്റ്റ് ടൈം എന്തായി? പോസിറ്റീവായി. പവർ ഈവൻ വന്നാൽ ഇടയ്ക്ക് നെഗറ്റീവ് ആണെങ്കിലും ലാസ്റ്റ് ടൈം പോസിറ്റീവായിരിക്കും. പക്ഷെ പവർ വരുന്നത്
പവർ വരുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് എക്സ്പാൻഷൻ്റെ കേസിൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പവർ ഈവൻ വന്നാൽ ലാസ്റ്റ് ടേം പോസിറ്റീവ്, പവർ ഓഡ് വന്നാൽ ലാസ്റ്റ് ടേം നെഗറ്റീവ്. ഇത് നെഗറ്റീവിൻ്റെ അകത്താണ് നോക്കേണ്ടത് കേട്ടോ. എ മൈനസ് ബി എന്നുള്ള വരുന്നതിൻ്റെ അകത്താണ് നോക്കേണ്ടത്. അപ്പോൾ a-b ദ ഓൾ റൈസ് ടു എന്നിലും പവർ എന്താണ്? n എന്നുള്ളത് ഈവൻ നമ്പർ ആയ ലാസ്റ്റ് ടേം പോസിറ്റീവ്, ഓഡ് നമ്പർ ആയ ലാസ്റ്റ് ടേം നെഗറ്റീവ്. അതിനാണ് നമ്മൾ -1 എന്നുള്ളൊരു ടേം കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ -1 എന്നുള്ളത് മാറി -1² എന്ന് വരും. അപ്പോൾ ഉത്തരം പോസിറ്റീവ് ആയിക്കോളും. ഇനി ഈ എന്നിൻ്റെ പവറായിട്ട് വരുന്ന നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് -1 സ്ഥാനത്ത് -1³ എന്ന് വന്നാൽ ഉത്തരം -1 എന്ന് വന്നോളൂ. എന്ന് വെച്ചാൽ പവർ ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് ടേം എന്താണ്? പവർ ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് ടേം പോസിറ്റീവും, പവർ ഓഡ് ആണെങ്കിൽ ലാസ്റ്റ് ടേം നെഗറ്റീവ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ടേമുകളുടെ എക്സ്പാൻഷനിൽ ഉള്ളതിനെക്കുറിച്ച് എന്താണ് വിശദമായിട്ട് പഠിക്കാം. ഇനി അപ്പോൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മക്കളെ, എടാ a+b ദ ഹോൾ സ്ക്വയർ പവർ 2 വന്നപ്പോൾ എക്സ്പാൻഷനിൽ എത്ര ടൈം പോകുന്നത്? 1, 2, 3. പവർ 2 ആണെങ്കിൽ 3 ടൈം. എടാ പവർ 3 വന്നപ്പോൾ നോക്കിയേ, പവർ 3 വന്നപ്പോൾ 1, 2, 3, 4. പവർ 3 ആണെങ്കിൽ 4 ടൈം. അപ്പം പവർ a+b ദ ഹോൾ റൈസ് ടു n, പവർ n ആണെങ്കിൽ n+1 ടൈംസ്. പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് a+b ദ ഹോൾ റൈസ് ടു n എക്സ്പാൻഷൻ എന്താണ്, തൊട്ടടുത്തത് a-b ദ ഹോൾ റൈസ് ടു n എക്സ്പാൻഷനാണ്. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസ്കൽസ് ട്രയാങ്കിൾ. എന്താണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന്? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം നമുക്ക് ഈ NC0 അങ്ങനെ ഓരോന്നിൻ്റെ, ഇപ്പോൾ a+b ദ ഹോൾ റൈസ് ടു 3 ആണെങ്കിൽ 3C0 അങ്ങനെ ഓരോന്ന് വരത്തില്ല, ഒരേ കോമ്പിനേഷൻ വരും. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. എങ്കിലും ഈ പാസ്കൽസ് ട്രയാങ്കിളോടെ പഠിച്ചു വെക്കുക. അപ്പോൾ ചെയ്യേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 കൊടുക്കുക. ട്രയാങ്കിൾ അങ്ങനെ അങ്ങ് പഠിക്കുക. സൈഡിൽ 2 1 കൊടുക്കുക, പിന്നെയും 2 1. ഇനി ഈ 1 ഉം 1 കൂട്ടി ഇവിടെ എഴുതുമ്പോൾ 2, പിന്നെയും സൈഡിൽ 1 കൊടുക്കുക. 1 ഉം 2 ഉം കൂടെ കൂട്ടിയാൽ 3, 2 ഉം 1 കൂട്ടിയാൽ 3. പിന്നെ അറ്റത്ത് എന്ത് ചെയ്യുക? 1 കൊടുക്കുക. 1 ഉം 3 ഉം കൂടെ കൂട്ടിയാൽ 4, 3 ഉം 3 ഉം കൂടെ കൂട്ടിയാൽ 6, 3 ഉം 1 കൂട്ടിയാൽ 4. പിന്നെയും 1 കൊടുക്കുക. 1 ഉം 4 കൂട്ടിയാൽ 5, 4 ഉം 6 കൂട്ടിയാൽ 10, 6 ഉം 4 കൂട്ടിയാൽ 10, 4 ഉം 1 കൂട്ടിയാൽ 5. ഓക്കെ, 5 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തുവാണ് നമുക്കിനി പറഞ്ഞുതരാം. എടാ ഇപ്പോൾ a+b ദ ഹോൾ സ്ക്വയർ അറിയാം നിങ്ങൾക്ക്. നമുക്കൊരു a+b ദ ഹോൾ ക്യൂബ് ഒന്ന് കണ്ടു നോക്കാം. a+b ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു ഈ രീതിയിൽ എഴുതി പോവാം. a+b ദ ഹോൾ റൈസ് ടു n ആകുമ്പോൾ NC0 a റൈസ് ടു n എന്നല്ലേ? NC0 a റൈസ് ടു n. a+b ദ ഹോൾ റൈസ് ടു n ആയപ്പം NC0 a റൈസ് ടു n. അങ്ങനെയാണെങ്കിൽ a+b ദ ഹോൾ ക്യൂബ് ആകുമ്പോഴാണ് NC0 മാറി എന്നിൻ്റെ സ്ഥാനത്ത് 3 വരും. 3C0 a റൈസ് ടു എന്നിന് പകരം 3 പ്ലസ് അടുത്ത ഏതാണ്? 3C1. ഓക്കെ, NC0 തുടങ്ങിയാൽ NCNലാണ് നിൽക്കുന്നത്. അപ്പം 3C0 തുടങ്ങുന്നതെങ്കിൽ 3C3 നിൽക്കണ്ടേ? 3C1 a റൈസ് ടു n-1. n-1 ഉണ്ട് ഇവിടെ. അപ്പം 3 - 1 2. b തുടങ്ങുകയാണ് b പ്ലസ് 3C2 പിന്നെയും 1 കുറയും. അപ്പം a³ a² പിന്നെ കുറയുമ്പോൾ a ആവും. b അപ്പം 1 ആയിരുന്നു, പിന്നെ എന്താവും? 2 ആവും. ലാസ്റ്റ് ടൈം പ്ലസ് 3C3 a ഉണ്ടായിനി ഇല്ല, a റൈസ് ടു 0 ആണ്, a ഇല്ല. bക്ക് മാക്സിമം പവർ b³. ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ 3 ആയതുകൊണ്ട് 3C0 3C1 3C2 3C3 എന്ന് പറഞ്ഞു പോകും. അത് നമുക്ക് ആ പവർ നോക്കി എഴുതി വെക്കാൻ പറ്റും. അടുത്തത് അതേപോലെ 3 ആകുമ്പോൾ നമുക്ക് എത്ര ടൈം ഉണ്ടെന്ന് അറിയാൻ പറ്റും? 4 ടൈംസ്, 4 ടൈംസ്, 1 2 3 4 ടൈംസ് ഉണ്ടെന്ന് അറിയാം. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, എയുടെ സ്ഥാനത്ത് വേറെ നമ്പറൊക്കെ തന്നെ ചോദിക്കാം. പക്ഷേ തരുന്ന നമ്പർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മാക്സിമം പവർ ക്യൂബ് സ്ക്വയറായി, പിന്നെന്തായി? 1 ആയി. ആദ്യം പവർ 3 ആയിരുന്നു, 2 ആയി, 1 ആയി, 0 ആയി തീർന്നു. പവർ 0 ആകുന്നത് നമ്മൾ എഴുതത്തില്ല. ഇനി അടുത്തത് ബി ആദ്യം 0 ആണ്.
ബി ആദ്യം 0 ആണ്, അതാണ് ബിയെ കാണിക്കാത്തത്. ബി റൈസ് ടു 0 1 അല്ലേ, ബി ഇല്ല, ബി റൈസ് ടു 0, പിന്നെ ബി റൈസ് ടു 1 ബി സ്ക്വയർ ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ എ ആദ്യം മാക്സിമം വന്നിട്ട് എയുടെ പവർ കുറഞ്ഞു വരും. ബി ആയിട്ട് വരുന്ന ടൈം ആദ്യം 0യിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ മാക്സിമം പവർ ആവും. എ മാക്സിമത്തിൽ നിന്ന് ആയി 0യിലേക്ക് വരും, ബി 0യിൽ നിന്ന് തുടങ്ങി മാക്സിമം പവർ ആവും. ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഉത്തരം നമ്മൾ എഴുതാൻ പോവുകയാണ്. 3C0 പവർ 3 വരുന്നതിൻ്റെയാണ് ഈ 3 കിടക്കുന്ന സൈഡ്. പവർ 3 വരുന്നിടത്ത് കൊടുക്കേണ്ടതാണ്. 3C0യുടെ വിലയാണ് ഈ 1, 3C1ൻ്റെ വിലയാണ് ഈ 3, 3C2ൻ്റെ വിലയാണ് ഈ 3, 3C3യുടെ വാല്യൂ ആണ് ഈ 1. അപ്പോൾ 3C0യുടെ വാല്യൂവും 3C3യുടെ വാല്യൂവും 1 തന്നെയാണ്. ഓക്കെ, അതിപ്പം 4C0യുടെയും 4C4ൻ്റെയും 1 തന്നെയാണ്. 5C0 5C5ൻ്റെയും 1 തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് അറ്റത്ത് 1 പോകുന്നത്. അപ്പോൾ ഇവിടെ 3C0 1 ഇൻറ്റു എ ക്യൂബ് പ്ലസ് 3C1ൻ്റെ വാല്യൂ 3 ഇൻറ്റു എ സ്ക്വയർ ബി പ്ലസ് അടുത്തതും 3 ഇൻറ്റു എ ബി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ബി ക്യൂബ്, 1 ഇൻറ്റു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, a പ്ലസ് ബി ഹോൾ റൈസ് ടു 4 ഇതേപോലെ എഴുതി നോക്കാം. 4C0 a റൈസ് ടു 4 പ്ലസ് 4C1 4C1 ആകുമ്പോൾ എന്ത് വരും, എ ക്യൂബ് ബി, അങ്ങനെ ഓരോന്നും എഴുതി പഠിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ എഴുതി നോക്കിയാൽ മതി. ഇതാണ് a പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെത്. എടാ a പ്ലസ് ബി ഹോൾ ക്യൂബ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് a മൈനസ് ബി ഹോൾ ക്യൂബ് എഴുതിക്കൂടെ. a മൈനസ് ബി ഹോൾ ക്യൂബ് വരുമ്പം എ ക്യൂബ്, അടുത്ത ടൈം ആദ്യം പ്ലസ് പിന്നെ മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. എടാ പവർ 3 ആണ്, ഓഡ് നമ്പറാണ്. പവർ 3 ഓഡ് നമ്പർ വന്നാൽ ലാസ്റ്റ് ടൈം എന്ത് വരും, ലാസ്റ്റ് ടൈം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക ഈ കൂട്ടത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതെ, ഇങ്ങനെയാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. എക്സ്പാൻഡ് 1 മൈനസ് 2x ദ ഹോൾ റൈസ് ടു 5. അപ്പോൾ നിങ്ങളുടെ എക്സസൈസ് 7.1 നടക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് താഴോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു ചോദ്യമാണ് 1 മൈനസ് 2x ദ ഹോൾ റൈസ് ടു 5. ഇത് ചെയ്യുന്നത് മനസ്സിലായാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, 1 മൈനസ് 2x ദ ഹോൾ റൈസ് ടു 5 ചെയ്യേണ്ടത്. എടാ n വന്നാൽ NC0 അല്ലേ, അപ്പോൾ 5 വരുമ്പം 5C0 എ റൈസ് ടു മാക്സിമം പവറാണ്. എ റൈസ് ടു ഇവിടുത്തെ എ ആരാ, ഇവിടുത്തെ എ 1 ആണ്, ഇവിടുത്തെ എ 1 ഇവിടാണ് എ, ഇയാൾ ബി ആണ്, 2x ആണ് ബി. അപ്പോൾ 5C0 അല്ലെ NC0 എ റൈസ് ടു എന്ന എ ആരാ, ഇവിടുത്തെ 1 റൈസ് ടു n ആരാ 5. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ 1ൻ്റെ പവർ കുറഞ്ഞു വരും. അതുപോലെ ശ്രദ്ധിക്കുക, മൈനസ് ആണ്, മൈനസ് വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മൈനസ് കൊടുത്ത് പോകണം. പ്ലസും മൈനസ്, ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് ആണ്. 5C0 കഴിഞ്ഞാൽ 5C1 1ൻ്റെ പവർ കുറഞ്ഞു, 5C1 ഇൻറ്റു ഇവിടെ ഇൻറ്റു ആണ്, 1 റൈസ് ടു 4 ആവും ഇൻറ്റു ബി. ഇപ്പോഴാണ് തുടങ്ങുന്നത്, ബി ആരാടാ 2x. ഓക്കെ, ആദ്യം പ്ലസ് പിന്നെ മൈനസ് പിന്നെയും പ്ലസ്. 5C2 5C1 5C2 ഇൻറ്റു 1 റൈസ് ടു 3 ഇൻറ്റു 2x ദ ഹോൾ സ്ക്വയർ. അടുത്തത് പ്ലസ് മൈനസ് പ്ലസ് പിന്നെയും എന്താണ് മൈനസ്. 5C3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 2x ദ ഹോൾ ക്യൂബ്. അടുത്തത് പ്ലസ് ആണ്. 5C4 ഇൻറ്റു 1 ഇൻറ്റു 2x ദ ഹോൾ റൈസ് ടു 4. ലാസ്റ്റ് ടൈം മൈനസ് ആണ്. 5C5 അല്ലെങ്കിൽ പവർ ഓഡ് ആയതുകൊണ്ട് ലാസ്റ്റ് ടൈം എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. 5C5 ഇൻറ്റു 1 ഇല്ലിനി, ഇനി ആർക്കാണ് 2x ദ ഹോൾ റൈസ് ടു 5 ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കുമ്പോൾ 5C0യുടെ വാല്യൂ നോക്കുക 1 ആണ്. 1 ഇൻറ്റു 1 ആണ്. 1 മൈനസ് 5C1ൻ്റെ വാല്യൂ എത്രയാണ്, 5 ഇൻറ്റു ഇവിടെ 1 റൈസ് ടു പവർ, 1ൻ്റെ പവർ എത്ര വന്നാലും 1 തന്നെ, 1 5 ഇൻറ്റു 1 5 ഇൻറ്റു 2x. ഓക്കെ, അടുത്തത് പ്ലസ് 5C2ൻ്റെ വാല്യൂ എത്രയാണ്, ഇത് 5C0 5C1 5C2 5C2ൻ്റെ വാല്യൂ 10
10 ഇൻറ്റു 1 ക്യൂബ് 1 തന്നെ 10 ഇൻറ്റു 1 10 ഇൻറ്റു ഇതിൻ്റെ എത്ര വരുവാണ് നോക്കിക്കോണം. രണ്ടിനും 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന് സ്ക്വയർ കൊടുക്കുക എക്സിന് സ്ക്വയർ കൊടുക്കുക. 2ന് സ്ക്വയർ കൊടുക്കുമ്പോൾ 4, എക്സിന് സ്ക്വയർ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ 4x സ്ക്വയർ. ഓക്കെ, അടുത്ത ടൈം മൈനസ് 5c3യുടെ വാല്യൂ 5c3യുടെ വാല്യൂം 10 ആണ്. 5c3യുടെ വാല്യൂം 10 ആണ്. 10 ഇൻറ്റു 1 സ്ക്വയർ 1 10 ഇൻറ്റു 1 10. ഈ 2x ദ ഹോൾ ക്യൂബ് 2നും ക്യൂബ് ആർക്ക് എക്സിനും ക്യൂബ് 2 ക്യൂബ് 8 എക്സ് ക്യൂബ് 8x ക്യൂബ്. അടുത്തത് പ്ലസ് 5c4ൻ്റെ വാല്യൂ 5 ആണ്. 5 ഇൻറ്റു 1 5 ഇൻറ്റു 2⁴ എന്താണ് 2⁴ കൊണ്ടിടാ x⁴ ഉണ്ട്. അപ്പോൾ 2⁴ എത്ര 16 ഇൻറ്റു x⁴ 16x⁴. ഓക്കെ, അടുത്ത ലാസ്റ്റ് ടൈം മൈനസ് 5c5ൻ്റെ വില 1 ഇൻറ്റു 2⁵. എത്ര വരും 32x⁵. ഓക്കെ, ശ്രദ്ധിക്കുക 1 മൈനസ് 5 ഇൻറ്റു 2 10x പ്ലസ് 10 ഇൻറ്റു 4 40x² മൈനസ് 10 ഇൻറ്റു 8 80x ക്യൂബ് പ്ലസ് 16 ഇൻറ്റു 5 16 ഇൻറ്റു 5 16 ഇൻറ്റു 5 എത്ര വരും 80 വരും. 80x⁴ മൈനസ് 32x⁵. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് എക്സ്പാൻഡ് എന്നുള്ളതിൻ്റെ അകത്ത് ഒരു ചോദ്യം കൂടെ ചെയ്യാം. കാരണം ഇതൊരു ഫ്രാക്ഷൻ വരുന്ന ചോദ്യമാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. അതുകൊണ്ട് സാർ അതുകൂടെ ഒന്ന് ചെയ്യിപ്പിച്ചേക്കാം. അപ്പോൾ ആ എക്സസൈസിലുള്ള ബാക്കി എക്സ്പാൻഡിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ x/3 + 1/x ⁵ 5 എന്ന പവർ 5 തന്നെയാണ്. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ആകുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഇട്ടുപോകണം. ഇത് അങ്ങനെ വേണ്ട, എല്ലായിടത്തും പ്ലസ് ഇട്ടാൽ മതി. എടാ ഫസ്റ്റ് ടൈം എ, സെക്കൻഡ് ടൈം ബി. ഇത് x/3 + 1/x ⁵ ഈക്വൽ എങ്ങനെ ആദ്യം 5c0 നേരത്തെ എഴുതല്ലോ 5c0 ആദ്യം a⁵ ആണ്. എ ആരാ x/3 ⁵. അടുത്ത പ്ലസ് 5c1. അടുത്തത് എയുടെ പവർ കുറേ x/3 ⁴ ഇൻറ്റു അപ്പോഴാണ് ആര് വരുന്നത് ബി കയറി വരുന്നത് 1/x ആദ്യം തുടക്കമായിട്ട് വരും. പ്ലസ് 5c2 ഇൻറ്റു x/3 ⁵3 ഇൻറ്റു 1/x സ്ക്വയർ. അടുത്ത ടൈം പ്ലസ് 5c3 ഇൻറ്റു x/3 2 ഇൻറ്റു 1/x ⁵3 പ്ലസ് 5c4 x/3 എന്ത് വരും ⁴1 ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതത്തില്ല. ഇൻറ്റു 1/x ⁴. ലാസ്റ്റ് ടൈം 5c4 ഇൻറ്റു അപ്പോൾ ഏത് x/3യുടെ ടൈം വരത്തില്ല, ആര് മാത്രമേ വരത്തുള്ളൂ 1/x ⁵ മാക്സിമം പവർ. അപ്പോൾ നോക്കുക എ ടൈം ആയ x/3 ആദ്യം 5 ആണ്, പിന്നെ 4 ആയി 3 ആയി 2 ആയി പിന്നെന്താണ് 1 ആയി പിന്നെ 0 ആയി. അപ്പോൾ അത് എഴുതിയില്ല. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ സിമ്പിളാണ്. അടുത്തത് 1/x ആദ്യം 0 ആയിരുന്നു, പിന്നെ 1/x ⁴1 1/x ⁴2 1/x ⁵3 1/x ⁴4 1/x ⁵5. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ആൻസർ നമ്മൾ എഴുതാൻ പോകുന്നു. 5c1ൻ്റെ വാല്യൂ 1 ആണ്. 5c0യുടെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു എന്ത് വരും 1 ഇൻറ്റു ഇതിനെങ്ങനെ കൊടുക്കുന്നത് രണ്ടിനും പവർ കൊടുക്കുക x⁵ 5/3⁵. 3⁵ ഉത്തരം എത്രടാ 3⁵ എന്ന് പറയുമ്പം 243 വരും 243. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. x⁵ കൊടുത്ത് 3⁵ 243 പ്ലസ് അടുത്ത 5c1ൻ്റെ വാല്യൂ 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു എടാ ഇവിടെ എന്ത് വരും x⁴/3⁵ എന്ന് വരും x⁴/3⁵. ഓക്കെ, അപ്പം 5 ഇൻറ്റു x⁴ വാല്യൂ x⁴ ഇവിടുത്തെ ഒരു എക്സ് കൂടെ വരുമ്പോൾ ഈ x⁴ ഒരു എക്സ് കൂടെ കട്ടായാൽ ബാക്കി ഇവിടെ താഴെ ഒരു എക്സും അവിടെ 4 എണ്ണവും വരത്തില്ലേ. അപ്പോൾ തമ്മിൽ കട്ടായി പോകുമ്പോൾ x³ ആകത്തില്ലടാ. x³ / 3⁴ വരും 3⁴ വാല്യൂ എത്ര 3⁴ വാല്യൂ 81. അപ്പോൾ 5x³ / 81 5 ഇൻറ്റു x³ / 81. അടുത്തത് പ്ലസ് എടാ 5c2ൻ്റെ വാല്യൂ 10 ഇൻറ്റു ശ്രദ്ധിക്കേണ്ടത് x⁵3 ഇവിടെ x³ ഇവിടെ x², ഇവിടെ x³ ഉണ്ട് ഇവിടെ x² ഉണ്ട്. താഴത്തെ 2x²
ഇവിടുത്തെ താഴത്തെ 2x മുകളിലത്തെ 3 രണ്ടെണ്ണം കൂടെ വെട്ടിയാൽ മുകളിൽ എത്ര എണ്ണം വരും? എക്സ് മാത്രം. എക്സ് ബൈ 3 ക്യൂബ് എത്രയാണ്? 3 ക്യൂബ് 27. 10 ഇൻറ്റു എക്സ് ബൈ 27. 10x/27 എന്ന് പറയും. പ്ലസ് അടുത്ത ടൈം ഏതാണ്? അടുത്ത ടൈം നോക്കേണ്ടത് 5x എന്താണ്? 5c3. 5c3യുടെ വാല്യൂ എത്ര? 5c0, 5c1, 5c2. 5c3 എന്ത് തന്നെയാണ്? 10 ആണ്. 10 ഇൻറ്റു ശ്രദ്ധിക്കേണ്ടത് എടാ x² ബൈ 3² എന്ന് വരും. ഇവിടെ പക്ഷേ x³ ആണ് വരുന്നത്. നേരത്തെ പോലല്ല, ചെറിയൊരു മാറ്റമുണ്ട്. മുകളിൽ 2x താഴെ എത്രയാണ്? താഴെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ മുകളിലത്തെ 2 താഴത്തെ 2 കൂടെ വെട്ടിയാൽ താഴെയാണ് ബാക്കി ഒരെണ്ണം വരുന്നത്. അപ്പോൾ 10 ഇൻറ്റു എവിടെ വരും? 1/10 ഇൻറ്റു 1/3². 3² എത്രയാണ്? 9. അതുപോലെ ഒരു എക്സും വരും. മനസ്സിലായി കാണും. എടാ ഇവിടെ 5c3യുടെ വാല്യൂ 10, x² ബൈ 3². 3² 9 ആണ്. പിന്നെ 1/x³ എന്ന് വരും. അപ്പോൾ ആ x²ൻ്റെ x²ഉം ഈ x³ അകത്തൊന്നും x² വെട്ടി പോകുമ്പോൾ ബാക്കി x. അതാണ് 10 ഇൻറ്റു 1/9x. പ്ലസ് അടുത്തത് 5c4ൻ്റെ വാല്യൂ. 5c4ൻ്റെ വാല്യൂ 5 ആണ്. 5 ഇൻറ്റു ഇവിടെ ഇവിടെ എക്സും ഒരു x⁴ ഉണ്ട്. എക്സും x⁴ വരുമ്പോൾ അവിടെ എന്താണ്? ഇവിടുത്തെ 3 അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ 1/3 നോക്കുക. എക്സും x⁴ ഇവിടെ ഒരു എക്സും ഇവിടെ 4 എണ്ണം ഉണ്ട്. ഇവിടുത്തെ ഒരെണ്ണവും ഇവിടുത്തെ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം വെട്ടിയാൽ ബാക്കി 3 എണ്ണം. അപ്പോൾ എന്ത് വരും? 1/3x³ എന്ന് വരും. 1/3x³ പ്ലസ് ലാസ്റ്റ് ടൈം 1 ഇൻറ്റു 1/x⁵5 എന്ന് വരും. 1/5 1 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. എല്ലായിടത്തും ഈ 1ന് ഈ പവറെല്ലാം കൊടുത്തു കഴിയുമ്പോൾ 1 തന്നെ ഉത്തരം വരും. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ നോക്കുക ലാസ്റ്റ് ആൻസർ x⁵5/243 പ്ലസ് 5 ഇൻറ്റു x³ 5x³/81 പ്ലസ് 10 ഇൻറ്റു എക്സ് 10x/27 പ്ലസ് 10 ഇൻറ്റു 1 10/9x പ്ലസ് 5 ഇൻറ്റു 1 5/3x³. 5/3x³. അടുത്ത എന്താണ്? അടുത്ത ലാസ്റ്റ് ടേം പ്ലസ് 1/x⁵5. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്തൊരു ചോദ്യം. യൂസിങ് ബൈനോമിയൽ തിയറം ഇവാലുവേറ്റ് 96^3. ഓക്കെ, 96^3 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ 96^3 ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും? 96^3 നമ്മൾ മാറ്റാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ എടാ a+b എന്നോ a-b എന്നോ ഫോർമാറ്റിലൂടെ മാറ്റണം. അപ്പോൾ 90 + 6^3 എന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമ്മൾ 100 വരുന്ന ടൈമിലോട്ടാണ് ഇതിനെല്ലാം എഴുതുന്നത്. ഈ വരുന്ന അതിൻ്റെ അകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം 96 എന്ന് പറഞ്ഞാൽ 100 - 4^3 എന്ന് എഴുതിക്കൂടെ? (3) അല്ലെങ്കിൽ (3) എന്ന് എഴുതിക്കൂടെ? കാരണം 96 എന്ന് പറഞ്ഞാൽ 100 - 4 അല്ലേ? ഇപ്പോൾ 96 മാറി വേണമെങ്കിൽ 97 വരാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 100 - 3. ഇനി ഇതല്ലാതെ പ്ലസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം. 102 അല്ലെങ്കിൽ 103, 101, 102 വന്നാൽ ഇപ്പം 102 വരുവാണ്. 100 + 2^3 എന്ന് എഴുതിക്കൂടെ? അല്ലെ എന്താണ് 103 എന്നാൽ 100 + 3. അതുകൊണ്ട് 100ൻ്റെ ടൈമിൽ 100ൻ്റെ ടൈമിലോട്ട് വരുത്തി എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ 100 - 4^3 ഇത് എ ആണ്, ഇത് ബി ആണ്. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? a-b^3. അതിൻ്റെ നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്നതാണ്. a³ എന്ന് പറഞ്ഞാൽ അല്ലെ NC0 ആലോചിച്ചാൽ 3C0 ഐഡിയ വെച്ച് ആലോചിക്കാം. അല്ലെങ്കിൽ പക്ഷേ ഇത് ക്യൂബ് വരുന്നതായതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യൂബ് വരുന്നതായതുകൊണ്ട് a³ ആരാ? 100ൻ്റെ ക്യൂബ് 100³ മൈനസ് അടുത്തത് ആദ്യം പ്ലസ് പിന്നെ മൈനസ് 3a²b 3 ഇൻറ്റു a² ആരാടാ? 100² ഇൻറ്റു b ആരാ? 4. അടുത്തത് പ്ലസ് a³ മൈനസ് 3a²b പ്ലസ് 3ab² 3 ഇൻറ്റു 100 ഇൻറ്റു 4². അത് ലാസ്റ്റ് ടൈം മൈനസ് എന്താണ്? b³ ആണ്. 4ൻ്റെ ക്യൂബാണ്. ലാസ്റ്റ് ടൈം 4ൻ്റെ ക്യൂബാണ്. ഓക്കെ, ഇവിടെ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3C0യുടെ വാല്യൂ 1 ആണ്. ഇൻറ്റു a³ എന്ന് വരും. അതുകൊണ്ട് 100³ മൈനസ് അടുത്ത 3C1ൻ്റെ വാല്യൂ എത്ര? 3. അടുത്ത 3C2ൻ്റെ വാല്യൂ അതും 3.
3C3യുടെ വാല്യൂ 1, അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. ആ രീതിയിലും ചെയ്യാം. ഓക്കെ. 100ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര സീറോ വരും? 6 സീറോ വരത്തില്ലേ? 100 × 100 × 100 എന്നല്ലേടാ. മൈനസ് 3 × 4 12 വരും. 12 3 × 4 12. ഇനി 100ൻ്റെ സ്ക്വയർ എത്ര സീറോ വരുന്നത്? 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 2 3 4. ഓക്കെ. അടുത്തത് ആ ടൈമായി. അടുത്ത ടൈം പ്ലസ് 4ൻ്റെ സ്ക്വയർ 16 × 3 എത്രയാണ്? 48 × 100 4800. മൈനസ് 4ൻ്റെ ക്യൂബ് എത്ര? 64 എന്ന് വരും. 4ൻ്റെ ക്യൂബ് 64. അപ്പോൾ അതെ, കാൽക്കുലേറ്ററിൽ നമ്മൾ ഇത് ഓരോ ബോട്ട് മാസ് വെച്ച് വേണേൽ ചെയ്യാം. ഏതാണ്? ഓരോ വാല്യൂം പ്ലസ് ഉള്ളവരെ തമ്മിൽ കൂട്ടി ബാക്കിയുള്ളവരെ കുറച്ചാലും മതി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് തരുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്നും ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റർ ചെയ്യുമ്പം 884736 എന്ന് വരും. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഓക്കെ 884736 എടാ 8,84,736 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സാർ തരാം. നിങ്ങളുടെ എക്സസൈസിൽ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്സസൈസിൽ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഇതേപോലത്തെ ഒരു ചോദ്യം കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് മക്കളേടാ. ചില ടൈമിലൊക്കെ കയറി 4 മാർക്കിന് കറക്റ്റ് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് a + b the whole raised to 4 minus a minus b the whole raised to 4. ആദ്യം a + b the whole raised to 4 കാണുക. അതിൽ നിന്നും a minus b the whole raised to 4 കുറയ്ക്കുക. a + b the whole raised to 4 എഴുതിയാൽ സിമ്പിളാണ് a minus b the whole raised to 4 എഴുതാൻ. ഇത് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ അകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഇട്ട് കൊടുത്താൽ a minus b the whole raised to 4 കിട്ടും. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഹെൻസ് ഇവാലുവേറ്റ് ആ കിട്ടുന്ന ഉത്തരം വെച്ചുകൊണ്ട് ഈ √3 + √2 the whole raised to 4 -√3 - √2 the whole raised to 4 എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ a + b the whole raised to 4 കാണാൻ പോയ a + b the whole raised to 4 is equal to എന്ത് വരും? a + b the whole raised to 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4C0 a raised to 4 4C0 a raised to 4. അടുത്ത എന്താ? പ്ലസ് 4C1 എയുടെ പവർ കുറയും a³ b. അടുത്തത് പ്ലസ് അത് ജനറലായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് പഠിക്കുന്ന എക്സ്പാൻഷൻ ആണ്. അടുത്ത 4C2 എയുടെ പവർ കുറഞ്ഞ് a² b² പ്ലസ് 4C3 a പിന്നെയും കുറഞ്ഞ് a b കൂടുന്നു b³ പ്ലസ് 4C4 a ഇല്ല b raised to 4 4C0 4C1 4C2 4C3 4C4. ഇനി a raised to 4 കുറഞ്ഞ് ക്യൂബായി സ്ക്വയറായി raised to 1 ആയി തീർന്നു. അടുത്തത് b raised to 0 ആണ്. അതൊന്നും നമ്മളിവിടെ കാണിക്കാത്തത് 1 ആയിട്ട് ഉത്തരം b raised to 1 b² b³ bക്ക് മാക്സിമം പവർ. ഓക്കെ. എടാ ഇതിൻ്റെ ഉത്തരം 4C1ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 × a raised to 4 പ്ലസ് അടുത്തത് 4C1ൻ്റെ വാല്യൂ 4 ആണ്. 4 × a³ b 4a³ b പ്ലസ് 4C2ൻ്റെ വാല്യൂ 6 ആണ്. 6 × a² b². അടുത്ത ഏതാണ്? പ്ലസ് 4C3യുടെ വാല്യൂ എത്ര? 4 ആണ്. 4 × ab³ പ്ലസ് 4C4ൻ്റെ വാല്യൂ 1 ആണ്. 1 × b raised to 4 ഓക്കെ. ഇതാണ് a + b the whole raised to 4ൻ്റെ ആൻസർ ഇതാണ്. ഇനി a - b the whole raised to 4 എന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഇതുപോലെ കഷ്ടപ്പെട്ട് എഴുതി നോക്കണ്ട. ഇതിൻ്റെ ഉത്തരം അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും കൊടുത്താൽ മതി. a raised to 4 മൈനസ് 4a³ b പ്ലസ് 6a² b² മൈനസ് 4ab³ പ്ലസ് b raised to 4 പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഒരു ഓർഡറിൽ പോകും കേട്ടോ. എടാ ഇനി ചെയ്യാനുള്ളത് എടാ a + b the whole raised to 4 ന്ന് എന്ത് കുറയ്ക്കണം? മൈനസ് a - b the whole raised to 4. അതിൽ ഓരോ ടേമുകൾ തമ്മിൽ കുറയ്ക്കാം. നോക്കിയേ a raised to 4 മൈനസ് a raised to 4 എന്താവും? ഈ ഒരു ടൈം ഇതാണ് a + b the whole raised to 4 ഇതാണ്. അതിൽ നിന്നാണ് ഇത് കുറയ്ക്കേണ്ടത്. അപ്പോൾ a raised to 4ൽ നിന്നും a raised to 4 കുറച്ചാൽ 0 ആയി പോകും. 4a³ b മൈനസ് 4a³ b എടാ 4a³ b മൈനസ് 4a³ b എന്ന് പറയുമ്പോൾ എത്ര വരും? 4a³ b
മൈനസും മൈനസും പ്ലസ് ആവും. 4a³ b പ്ലസ് 4a³ b എത്ര വരും? അപ്പോൾ 8a³ b എന്ന് വരും. 8a³ b 4a³ b മൈനസ്, ശ്രദ്ധിക്കണം, മൈനസ് കഴിഞ്ഞ് പിന്നെയും മൈനസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ ഇത് മൈനസ് ചെയ്യണം. അവിടെ ഉള്ളൊരു മൈനസ്, പിന്നെ കൂടാതെ ഇവിടുത്തെ മൈനസ്, 2 മൈനസോടെ പ്ലസ് ആവും. ഇനി 6a² b² നിന്ന് മൈനസ് 6a² b² കുറച്ചാൽ അത് എന്തായി പോകും? 0 ആയി പോകും. അടുത്തത് 4ab³ മൈനസ് 4ab³ അപ്പോൾ എന്ത് വരും ഇവിടെ? 4ab³ മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 4ab³ പ്ലസ് 4ab³ 8ab³. അടുത്ത ലാസ്റ്റ് b⁴ മൈനസ് b⁴ ഉത്തരം 0. അപ്പോൾ വന്നേക്കുന്നത് എത്രടാ? 8a³ b പ്ലസ് 8ab³. ഇവിടെ ഒരു കാര്യം, നമുക്ക് രണ്ടിടത്തും ഒരു 8 ഉണ്ട് കോമൺ എടുക്കാൻ. 8 ഉണ്ട്, പിന്നെ ആരുണ്ട്? ഇവിടെ a³ ഉണ്ട്, പക്ഷേ ഇവിടെ a ഉള്ളു. അപ്പം രണ്ടിടത്തും പൊതുവെ ഉള്ളവരെ നമുക്ക് കോമൺ എടുക്കാമെന്ന് പറയുന്നത്. ഇവിടെ ഉള്ളത് a, ഇവിടെ a³. അപ്പോൾ ഇവിടെ രണ്ടിടത്തുനിന്നും ഒരു a നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ ഒരു b, ഇവിടെ b³. അപ്പോൾ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് എടുക്കാൻ പറ്റുന്നത് b. അപ്പോൾ 8ab ഇവിടെ രണ്ടിടത്തുനിന്നും നമ്മൾ കോമൺ എടുക്കാതെ ചെയ്യാം. കോമൺ എടുത്താൽ ഇവിടെ 8ഉം a³ bയും bയും കൂടെ ഒന്നിച്ച് നിന്ന് അവിടുന്ന് നമ്മൾ ഒരു 8നെയും ഒരു എയും ഒരു ബിയെ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 8 എടുത്ത് ബി എടുത്ത്, അപ്പോൾ 8ഉം ബി എടുക്കാൻ പറ്റത്തില്ല, പിന്നെ എയും എടുത്ത് a³ ഉള്ളിടത്തുനിന്ന് a എടുത്താൽ ബാക്കി a² പ്ലസ് മക്കളെടാ. ഇത് ഇവിടുന്നും അതേപോലെ 8 എടുത്ത് a എടുത്ത് ബി എടുത്ത്, 8ഉം എയും ബി എടുത്താൽ ബാക്കി എന്തുണ്ട്? 8 എടുത്ത് a എടുത്ത്, പിന്നെ b³ ബി എടുത്താൽ ബാക്കി b². ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് a+b⁴ മൈനസ് a−b⁴ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, തുടച്ചിട്ട് ഒന്ന് നോക്കാം, കാരണം അവിടെ സ്പേസ് കയറുന്നുണ്ട്. a+b⁴ നിന്ന് a−b⁴ കുറച്ചപ്പം നിങ്ങൾ കണ്ട് 8ab കോമൺ എടുത്തു കഴിഞ്ഞപ്പോൾ 8ab × a² + b² എന്ന് വന്നത്. എടാ ഇത് a+bയും a−bയും വന്നാലുള്ള ആൻസറാണ് 8ab × a² + b². അതിന് പകരം √3 + √2 എയും ബിയും വന്നെടുത്ത് √3 √2 4 മൈനസ് എയും ബിയും വന്നെടുത്ത് √3 √2. ഇവിടെ മൈനസ് ആണ്. ഇതുപോലെ തന്നെ ഈ ഒരു ടേം പോലെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. എന്ത് മാറ്റമുള്ളൂ? എയും ബിയും മാറി √3യും √2ഉം വന്നു. അപ്പോൾ നമ്മുടെ ആൻസറിലും എയും ബിയും മാറ്റി എക്ക് പകരം √3യും ബിക്ക് പകരം √2ഉം കൊടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? √3 + √2 4 മൈനസ് √3 മൈനസ് √2 4 ചെയ്യുമ്പം എടാ 8 വരും. ആ ഒരു നമ്പറാണ്, അതുകൊണ്ട് അത് തന്നെ വന്നുകൊണ്ടിരിക്കും. 8 വരുന്നതിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. 8 തന്നെ നമ്പർ തന്നെയാണ്. എ ബി എന്താണ്? എ ബിക്ക് പകരം a √3 ആണ്, b √2 ആണ്. അപ്പോൾ എ ബിക്ക് പകരം 8 × √3 × √2 × a² + b². a ആരാ? √3² √3യുടെ സ്ക്വയർ പ്ലസ് ബി ആരാ? √2ൻ്റെ സ്ക്വയർ. ഇതാണ് ആൻസർ. എടാ 8 × √3 × √2 എടാ √a × √b എന്ന് പറഞ്ഞാൽ, അല്ലെ √3 × √2 എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് കൊടുത്തിട്ട് √3 × 2 6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത √3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 × √3 ആണ്. √3 × √3യുടെ വാല്യൂ എത്ര? 3 ആണ്. 3. അപ്പോൾ √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 × √3 അത് 3 ആണ്. പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 × √2 അത് 2 ആണ്. മക്കളെടാ 8 √6 8 √6 3 + 2 5 8 √6 5 എല്ലാം ഇൻറ്റു ആണ്. അപ്പോൾ 8 × 5 40 √6. എപ്പോഴും നമ്മൾ ആദ്യം നമ്പരും പിന്നെ റൂട്ടും എഴുതും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ a+b⁴ -a−b⁴ ചെയ്തിട്ട് √3 + √2 -√3 -√2 ഒക്കെ ചെയ്തില്ലേ? അതിൻ്റെ ഉത്തരം എഴുതിയ പോലെ തന്നെയാണ്, അത് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫൈൻഡ് x + 1 6 + x - 1 6. അവിടെ 4 ആയിരുന്നെങ്കിൽ ഇവിടെ പവർ 6 ആയി. പക്ഷെ അവിടെ എയും ബിയും വരുന്നിടത്ത് ഇവിടെ എക്സും 1ഉം ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബി 1 ആണ്, ഇവിടെയും ബി 1 തന്നെയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ബിയുടെ സ്ഥാനത്ത് √2ഉം എയുടെ സ്ഥാനത്ത് √3 ആയിരുന്നു. ഇവിടെ എക്സ് വരേണ്ട സ്ഥാനത്ത് √2ഉം 1 വരേണ്ടടുത്ത് 1 തന്നെയാണ് വന്നേക്കുന്നത്.
അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം x+1 x-1 എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അതിനെ തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. അതിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏതാണ് √2 അത് വെച്ചുകൊണ്ട് ഈ √2 + 1 -√2 - 1 എന്ത് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്നും പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ചെയ്ത ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള 2 ചോദ്യവും രണ്ടാമത്തെ എന്താണ് യൂസിങ് ബൈനോമിയൽ തിയറം ഇവാലുവേറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 96 ആ ഒരു ക്വസ്റ്റ്യനും പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഒന്ന് ഫൈൻഡ് ചെയ്തിട്ട് മറ്റൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അങ്ങനെ 4 ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സസൈസിലുള്ളത് ചെയ്ത് നോക്കാം. ഇത്രയും ക്വസ്റ്റ്യൻ ഈ 4 നമ്മൾ ചെയ്തത് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് വരുന്ന എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.